നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അയച്ചാൽ നമ്മളോട് ആൾക്കാരോട് ചെയ്യാൻ എന്ത് വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കേണ്ടിട്ട് വേറെ ഒന്നുമില്ല. എനിക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു. തീരെ വയ്യ വെച്ചാൽ കഷ്ടക്കാലം കൂടപ്പുറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ലൈഫിൽ എന്തൊക്കെ അനുഭവിച്ചു വരുന്നതെന്ന് എനിക്കേ അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്നെ പ്രസവിച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം, എൻ്റെ മോൾക്കാരുടെ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചേച്ചിക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരും. എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആകെ ഒന്ന് വരും ചെവിക്കുത്താ. ആ ചെവിക്കുത്ത് വന്നു കഴിഞ്ഞാൽ അതാരും ഞാൻ ശല്യപ്പെടുത്തില്ല. ഞാൻ അവിടെ പോയി കിടക്കുമ്പോൾ അമ്മ ചോദിക്കുക എന്താ വയ്യ ചെവി കുത്തുണ്ടോ ചോദിക്കുക. എനിക്ക് ആകെ വരുന്ന രസമാണ് ചെവി വേദന. അപ്പോൾ വയ്യാന്ന് അമ്മ അന്നത്തെ കാലത്ത് എണ്ണ ചൂടാക്കിയിട്ട് മുളകും ഒക്കെ ചൂടാക്കില്ല അറിയത് അത് ചുട്ടിട്ട് എന്തോ അങ്ങനെ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതാണ് ചെയ്യുക, ഒഴിക്കുക. അതുമ്പോ മാലിന്യം ഹോസ്പിറ്റലുണ്ട്. അപ്പൊ തുള്ളിമരുന്ന് എപ്പോഴും സ്ഥിരം നമ്മുടെ പേരിൽ ഒഴിക്കും വേദന പറ അങ്ങനെ. അത് മാത്രം രസം. പിന്നെ ഒരിക്കലും ഒരു 10 ദിവസം ന്യൂമോണിയ വന്നിട്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 5 ദിവസം കിടന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് വന്നൊരു അസുഖം. വേറെ എൻ്റെ കുട്ടിക്കാരൻ തൊട്ട് എനിക്കൊരു ഓർമ്മ 15 വയസ്സാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അസുഖം അങ്ങനെയല്ല. അവിടെ അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചത് എനിക്കറിയില്ല. 10 ഓപ്പറേഷൻ എൻ്റെ ശരീരത്തിൽ 40 വയസ്സിൻ്റെ ഉള്ളിൽ 10 ഓപ്പറേഷൻ കഴിഞ്ഞു, 4 പ്രസവം കഴിഞ്ഞു. എനിക്ക് സത്യം അതിൻ്റെ ഇടയിൽ വരുന്ന മറ്റുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്താ എന്നാൽ എനിക്ക് പനി വരില്ല, കഫക്കെട്ട് വരില്ല, ചുമ എന്തിനാ അതൊക്കെ വരുന്നത്. എനിക്കൊക്കെ വലുതുകളെ വരുള്ളൂ, ചെറുവാ ഒരു അസുഖങ്ങളും ഇല്ല. വലിയ വലിയ അസുഖങ്ങൾ മാത്രമേ എനിക്ക് വരുള്ളൂ. ഒക്കെ എന്ത് അസുഖം ലാസ്റ്റ് വന്ന് അവസാനിക്കുന്നത് ഒരു ഓപ്പറേഷത്തിനായിരിക്കും. ഇതാണ് എൻ്റെ ലൈഫ്. എനിക്ക് തോന്നുന്നു എന്നെ ആദ്യം ഓപ്പറേഷൻ ചെയ്ത് മലങ്കര ഹോസ്പിറ്റൽ അപ്പൻഡിക്സിന് എത്ര വയസ്സായിനോ ഒരു 18-19 വയസ്സിനുള്ളിൽ അല്ലേ? 19 വയസ്സിനാവും. 20 വയസ്സിലാണ് പൊന്നിനെ പ്രസവിച്ച പൊന്നിന് ഗർഭമുണ്ടല്ലോ, വിശേഷം ഉണ്ടല്ലോ. അങ്ങനെ അന്നാണ് ആദ്യം എൻ്റെ ലൈഫിലേക്ക് അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ പിന്നെ 2ാമത്തെ ഓപ്പറേഷന് ഞാൻ പോയത് കൈ ഒടിഞ്ഞിട്ട് ഈ ഓപ്പറേഷത്തിനാട്ടോ. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താ ഓപ്പറേഷൻ? ഡോക്ടർ പറഞ്ഞു 2 എല്ല് പൊട്ടിക്കുക ഓപ്പറേഷൻ, നമുക്ക് എക്സ്റേ എടുത്താലും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് കിടക്കണതിനും ഡോക്ടർക്ക് അറിയില്ല. 2 എല്ല് പൊട്ടിയില്ല. ഞാൻ വിട്ടാൽ ഈ കൈ ഇവിടെ കയറിയിട്ടാണ്. ഞാൻ ഡോക്ടർ 2 എല്ല് പൊട്ടിയിട്ട് ഡോക്ടർ ഓപ്പറേഷൻ എന്തായാലും ഒരു എക്സ്റേ ഒന്നും എടുക്കണ്ട. എനിക്ക് മനസ്സിലായി 2 എല്ല് പൊട്ടാണ്ട് കൈയിൻ്റെ ഒക്കെ അതായത് ഈ 10 ഇവിടെ വന്നിട്ട് എടുക്കണം ഓടിച്ചിട്ട്. അപ്പം ഡോക്ടർ കാര്യം അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ ഓപ്പറേഷനോട് വേണ്ടി എന്ത് നമുക്ക് പറയാൻ പറ്റും. ഓ അയാളെന്നാവ് അതപ്പം ഞാൻ പറയാൻ കാരണം അയാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. അമല ഹോസ്പിറ്റൽ ഷമ്മുദി അങ്ങനെ എന്തൊരു പേരാന്ന് തോന്നുന്നു. അതെ അല്ല ഡോക്ടറെ കുറ്റില്ല. ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല, അമേരിക്കയിൽ എവിടെയാണ് അമേരിക്കയിൽ ഇല്ല. ഇപ്പോൾ ആ സമയത്ത് തന്നെ ആൾ പോയിക്കണം, ഏതൊരു അമേരിക്കാന നാട്ടിലേക്ക് പോയിക്കണം. ഡോക്ടറെ കുറ്റില്ല. ഡോക്ടർ അത് പറഞ്ഞ വാക്കറം പറ്റിയ പോലെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ലൈഫിൽ ഇപ്പോൾ 10 ഓപ്പറേഷനുകളായി എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞു. പ്രസവമില്ലാണ്ട് ചെവി വേദന 2-3 ദിവസമായി. ഭക്ഷണം ചവയ്ക്കാനോ അളക്കാനോ ഇവിടെ ഒന്ന് തൊടാനോ ഒന്നും പറ്റില്ല. ഈ വശമൊക്കെ എനിക്ക് വേദന, നീരിറങ്ങിക്കും. ഇവിടെയൊക്കെ ഈ സാധനമൊക്കെ ഭയങ്കര വേദന. ഡോക്ടറെ കാണിച്ചു, നമ്മുടെ നന്ദഗോപ ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു. പക്ഷെ എനിക്ക് കുറവൊന്നുമില്ല. പിന്നെ ബ്രസ്റ്റും എനിക്ക് ആദ്യം ബ്രസ്റ്റുമ്പോൾ തടിപ്പുള്ളടുത്ത് മാത്രമേ ഇങ്ങനെ വേദന ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് ബ്രസ്റ്റ് മൊത്തം വേദന, തൊടാൻ പറ്റില്ല. അവിടെയൊക്കെ തൊടുമ്പോൾ ഭയങ്കര വേദന. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തൊഴിലായി ഞങ്ങൾ വീണ്ടും ലക്ഷോളിലേക്ക് പോയി. ഡോക്ടറെ ഗംഗാധര ഡോക്ടർ മകനെ കാണിച്ചു, ഗോവിന്ദ ഡോക്ടറെ കാണിച്ചു. ഇനിയിപ്പോൾ ആസ്റ്ററിലേക്ക് 2 ദിവസത്തിനുള്ള ആസ്റ്ററിൽ പോകണം. എന്താ വെച്ചാൽ അന്ന് അൾട്രാസ്കാനിൽ എന്താ വെച്ചാൽ ഈ പഴുപ്പ് വെള്ളം ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ അടിയിൽ വെള്ളം കെട്ടി കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വീണ്ടും അൾട്രാസ്കാൻ ചെയ്തിട്ട് പഴുപ്പ് വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും അത് കുത്തിയെടുക്കുക പഴുന്നതിനൊക്കെ ചെയ്യുന്നു. ബ്രസ്റ്റ് എന്തായാലും മൊത്തം വേദനിച്ചപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു. ഈ പഴുപ്പിരുന്ന് എന്തെങ്കിലും ആയി തീരൂ. പേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അവസ്ഥ അങ്ങനെയല്ല, പേടിക്കാണ്ടിരിക്കാൻ പറ്റും. ആർക്കാരും പേടി ഉണ്ടാവില്ല കേട്ടാ. എന്നൊരു മോചനം സത്യം പറഞ്ഞ ഒരുപാട് നമ്മൾ നെഗറ്റീവ് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു. ഞാൻ ലൈഫിൽ എന്തൊക്കെ അനുഭവിച്ചിട്ട് വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തൊക്കെ അനുഭവിച്ചാലും ഞാൻ ആരും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. എന്നോട് പറ്റണ പോലെ. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ പിന്നാളൊരു കമ്പനിയുണ്ടോ, ഓ നിങ്ങളൊരു കോപ്പിലമ്മ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിഷയം പറയാം, പക്ഷേ ഞാൻ എന്താണെന്ന് എനിക്കറിയാം.
മനസ്സിലായി. ഈ ചെവി വേദനിച്ചിട്ട് മുത്തിട്ടിടങ്ങും ഞാൻ കിടക്കണില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പറ്റാവുന്ന പോലെ ഞാൻ അവർക്കുള്ള ഭക്ഷണം വെച്ച് കൊടുത്തിട്ടും കാര്യങ്ങളും എനിക്ക് വൈകിയൊക്കെ എടുക്കാം. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ദോബ ഡോക്ടർ ഗുളിക കഴിക്കും, ഇതിൻ്റെ ഗുളികയിലും ഒക്കെ ഈ ഗുളികളൊക്കെ കഴിക്കും. അപ്പോൾ ഒരു ഗുളിക കഴിച്ചുള്ള ക്ഷീണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അലർജിയുടെ ഗുളിക, ബ്രസ്റ്റിൻ്റെ അസുഖത്തിലുള്ള ഗുളിക, ചെവി, ഇതൊക്കെ കഴിച്ചിട്ടും ഞാൻ നടക്കുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞു എനിക്ക് വീഡിയോ ഇടാൻ പറ്റണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ അപ്പോൾ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ വരുമാന മാർഗം. വേറെ നമുക്ക് പ്രത്യേകിച്ച് വേറെ വരുമാനം പറഞ്ഞു. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശ തോന്നും. ചില നേരങ്ങളിൽ നിരാശ തോന്നും. ഞാൻ ആർക്കും അറിഞ്ഞുകൊണ്ട് ഉപദ്രവം ചെയ്തിട്ട് എന്നോട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യാറുണ്ട്. ആ ചെയ്തവർ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ വിഷമം കൂടി ഞാൻ എന്തെങ്കിലും അവർ പറയാറുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മനുഷ്യർ എൻ്റെ എന്നോട് ഓരോരുത്തരിൽ ഒരു നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തൊരു നെഗറ്റീവ് ആവും. എന്തെങ്കിലും ചെയ്തിട്ട് അവർ നമ്മളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം അതിൽ അവരെന്തെങ്കിലും പറയില്ല. അത് സ്വാഭാവികം. നമ്മളത്ര ചെയ്തിട്ടും നമ്മളതിനെ ഒരിക്കൽ പോലും കാരണം നമുക്ക് മാനസികമായിട്ടൊരു വിഷമം കാരണം. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് ചെറുക്കിൻ്റെയും കളിക്കണം മനസ്സ് ശരിയല്ല. അതൊരു വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. എന്താ പറയുക, പിന്നെ കുറുക്കനെ പഠിപ്പിക്കുക അതൊക്കെ നല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല. ഈ ഗുളിയോളം ഇങ്ങനെ കഴിക്കണമെങ്കിലും എനിക്കൊരു റെസ്റ്റ് ടൈമില്ല സത്യം പറഞ്ഞാൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എനിക്ക് കുറുക്കനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. നല്ല പണിയാണ്. കുണുക്ക് ശ്രദ്ധിച്ച കുണുക്കിന് പെട്ടെന്ന് കഴിച്ച. പക്ഷെ കുണുക്കിന് പല 100,000 ചിന്തകൾ. അപ്പോഴിപ്പൊ എല്ലാവരും ഫോൺ കൊടുക്കണോണ്ടാണ് ഫോൺ. ഇപ്പൊ 2 ദിവസമായിട്ട് അവർക്ക് തീരെ 3 ദിവസമായി അവരിപ്പോ തീരെ ഫോൺ യൂസ് ചെയ്യണില്ല. ഫോൺ എന്ന സാധനേ എടുക്കണില്ല. ഞാൻ പറഞ്ഞു തരേണ്ടത് അതുകൊണ്ട് ഉണ്ട് കേട്ടോ. 1-2 കാര്യങ്ങൾക്കാണ് അവർ ഫോൺ എടുക്കുന്നത്, വേറെ ഒന്നുമല്ല. ഞാൻ എടുത്തോണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുക്കാൻ ഫോട്ടോ എടുത്തോണ്ട് അവിടെ നിർത്തോണ്ട് അല്ലെങ്കിൽ കാർത്തുണ്ടായിരുന്നു. അപ്പോൾ കാർത്തൂനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തു. അങ്ങനെ ഒന്നും കണ്ടിട്ടല്ലാണ്ട് അവർ ഗെയിം കാണാനും വീഡിയോ കാണാനും ഒന്നും 3 ദിവസമായിട്ട് ഫോൺ എടുത്തിട്ടായിട്ട് അവർ ചോദിക്കണില്ല കേട്ടോ. അതിന് നമ്മളെ ബുദ്ധിമുട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടോട്ടെ. ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു ഡോക്ടറാണ്, എന്താ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പറഞ്ഞു കുട്ടിയോട് ഫോൺ എടുക്കാണ്ടെങ്കിൽ 3 ദിവസം നമ്മൾ ഒരു ഫോൺ തീരെ കൊടുക്കരുത്. 4-5 ദിവസം അവർ ഫോൺ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, ആ ഡോക്ടറാണ് പറയുന്നുണ്ട്, ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നുണ്ട് ഡോക്ടർ. പക്ഷെ എനിക്ക് തോന്നണില്ല നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവരതില്ലാണ്ട് ജീവിക്കില്ല എന്നുള്ള നിലയ്ക്കുള്ള നമ്മുടെ മക്കൾ, എല്ലാവരും മക്കൾ അങ്ങനെ. എൻ്റെ മക്കളെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്നലെ അതിന് വേണ്ടി നമ്മൾ എറണാകുളം പോകുമ്പോൾ 3 മണിക്കൂർ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവര് കുറെ നേരം ഫോണിൽ നമ്മളെ എറണാകുളം ഡോക്ടറാണെങ്കിൽ പോകുമ്പോൾ ഫോണിൽ അതിന് ഫോണിൽ കളിക്കാൻ അങ്ങനെ തന്നെയാണ്. ആ കുഞ്ഞാപ്പൂന്റെ ഇത് കാണുന്നതൊക്കെ കാണുന്ന ആളാണ്. കുഞ്ഞാപ്പൂന്റെ റീൽസിൽ നിന്ന് മണവാളിന്റെയും കുഞ്ഞാപ്പൂന്റെയും ഷോർട്സിൽ കണക്കണാന്ന് ചെറുക്കിലാണ് എറണാകുളം പോകുമ്പോ ഇവരെ പണി. ഈ പ്രാവശ്യം ഒന്നും ചോദിച്ചില്ല, ഒന്നും ഉറങ്ങി. പഞ്ഞാട്ട് ചോദിക്കാനാ പഞ്ഞാട്ട് വിഷമം. പക്ഷെ നല്ല കാര്യം ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ പറയട്ടെ കൊടുത്താനേട്ടാ പാവിനെ ഞാനോട് കൊടുക്കും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ അത് പറയില്ല. എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ അത് മോഹിച്ചിട്ട് പെട്ടപ്പോ ഞാൻ ഹാപ്പിയാ സത്യം അല്ലേ. അല്ല അത് ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ നോക്കിയിരുന്നിട്ടൊരു മുഖത എനിക്ക് വിഷമായി. എന്താ വെച്ചാൽ കുറച്ചു നേരം ഇങ്ങനെ കൊടുക്കണോന്ന് തോന്നി. കുടിക്ക് ഉറങ്ങി ഇപ്പൊ കുടിക്കല് കൊടുക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ കുടുക്ക ഉറക്കണ നേരത്ത് കുടിക്കും. അപ്പൊ തോന്നി വേണ്ട, അതിന് മോചനം കിട്ടുകയാണെങ്കിൽ ആവട്ടെ. അപ്പൊ ഒരുപാട് ഫോൺ കളിക്കുന്ന അച്ഛനമ്മമാരോട് ചെയ്ത് നോക്കിയോട്ടെ, പ്രയോജനം ഉണ്ട്. കുറച്ചെങ്കിലും ഒരു മാറ്റം അവരില്ല. ഞാൻ കണ്ടു 3 ദിവസം അവർ തീരെ ഞങ്ങളോട് ഫോൺ ചോദിക്കാനോ അതിന് ഒരു വാശിയെ പിടിക്കും ഒന്നുമില്ല. അവർ കളിക്കണ്ട. അങ്ങനെ ഇപ്പൊ കളിപ്പാടങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അതുവരെ കളിപ്പാടൊക്കെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ കളിപ്പാടങ്ങൾ ഓരോന്നോരോന്നൊക്കെ പുറത്തേന്ന് വെച്ചാൽ അവർ ഫോണിൽ അഡിക്റ്റ് ആകുമ്പോൾ അവർ കളിപ്പാടങ്ങൾ എടുത്തേന്നില്ല, കളിച്ചേരുന്നില്ല. ഇപ്പൊ അതൊക്കെ അവിടെ എടുത്ത് കളിക്കാൻ നല്ല കാര്യം. ഞാൻ പറഞ്ഞു കൊടുക്കുന്നോട് ഫോൺ എടുക്കില്ലെങ്കിൽ നല്ല കുട്ടികളും പഠിക്കാൻ എല്ലാ മാസവും അവരെ വണ്ടിയാകുമ്പോൾ മേടിച്ചേരാൻ തോന്നുന്നു കേട്ടോ അവരെ. പക്ഷെ ഈ വണ്ടിയാണ് ചോദിക്കുന്നത്. വലിയ വലിയ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടില്ല. മേടിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് നല്ല നമ്മളെ മനസ്സറിഞ്ഞ അങ്ങോട്ട് നോവിക്കുന്നുണ്ട്. മനസ്സിൽ തൊട്ട് നാവിൽ തൊട്ടിട്ട് അല്ല അങ്ങനെയല്ലേ, മനസ്സിൽ തൊട്ട് നാവിൽ തൊട്ട് മനസ്സിൽ തൊട്ട് അങ്ങനെ എന്തോ ഒരു ചാനലിലത്തെ ഒരു സ്ത്രീയാണ്. ഏകദേശം 55 വയസ്സായി ചോറന്നെ തിന്നണം. അതായത് നമ്മളെ ചൊല്ലുണ്ടല്ലോ, വാഴ മുള്ളുമ്പോ വീണാലും മുള്ളു വാഴയുമ്പോ വീണാലും കേട് വാഴയ്ക്ക പറഞ്ഞ മാതിരി അറിയാത്ത മാതിരി നമ്മളെ അങ്ങോട്ട് തുള്ളി നോവിച്ചു. കുട്ടിക്ക് 5 ജോഡി ഡ്രസ്സ് നമ്മൾ 1 ജോഡി മേടിക്കുമ്പോഴേക്കും വിഷമിച്ചിരിക്കും. അപ്പൊ അവര് 5 ജോഡി മേടിച്ചു കൊടുത്ത് അവരെ കൂടെ
ഞാനൊരു 250 രൂപയുടെ 5 ഷർട്ട് എന്റെ മോന് മേടിച്ചു കൊടുത്താണ് ഇത്രയും വലിയ തെറ്റായിട്ട് അവള് പറയണത്. എനിക്കൊരു കാര്യം കൂടി പറയട്ടെ, ഈ ചേച്ചി അനീത്തി ആരാണാവോ ആ ആളൊന്ന് അറബി നാട്ടിൽ പോയിട്ടില്ല എന്നുള്ളതിന്റെ ഒറ്റ തെളിവുണ്ട്. അല്ല നമ്മൾ പറഞ്ഞാക്കാണ്ട് നമ്മള് മഹിമ പറയല്ല കേട്ടാ. അതായത് അവിടുത്തെ ആൾക്കാർ നമ്മുടെ സ്നേഹപ്രകടനം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക. അറബിയാൾ അവരുടേതായ ആൾക്കാരെ കണ്ടാലും അപ്പൊ നമ്മൾ ഉമ്മ വെക്കണത് അല്ലെങ്കിൽ ഭയങ്കര മൂഡ് സൃഷ്ടിക്കണം. ഇതിന്റെ മൂടും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മനസ്സിൽ തമ്മിലുള്ള ഈ ഉമ്മ വെക്കാൻ ഒരു മൂഡ് പ്രത്യേകിച്ച് ഞാൻ സൃഷ്ടിക്കണമെന്നില്ല. അത് ഞങ്ങളുടെ മനസ്സിലുള്ള വരുന്ന സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഉമ്മയിലൂടെ തന്നെയാണ്. ചിലപ്പോൾ ഉമ്മയിലൂടെ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് അത് നമ്മുടെ സമയം അങ്ങനെ കാണുമ്പോഴാണ് അതൊരു മുത്തായിട്ട് കണ്ടുനോക്കി അത് ആരെങ്കിലും മനസ്സിലില്ലെങ്കിൽ ഉണ്ടെങ്കിൽ കയറ്റി കൊടുക്കണതായിരുന്നു. ചേച്ചി ഞങ്ങള് ചോറിനെ വേറെ ഒന്നല്ല. ചേച്ചി എന്താ കഴിക്കണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ലിപ് ലോക്ക് അങ്ങനെ തന്നെയല്ലേ പറയാം. ലിപ് ലോക്ക് അങ്ങനത്തെ റീൽസും ഇതൊക്കെയാണ് ഇപ്പൊ കാണുന്നത് കല്യാണത്തിന്റെ സ്റ്റേജില്. അപ്പൊ അതൊന്നും ഈ ചേച്ചി കാണുന്നില്ല. നിങ്ങൾ തെറ്റത്ത് അല്ലെങ്കിൽ കവളത്ത് ഉമ്മ വയ്ക്കുമ്പോൾ അത് വലിയ കുറ്റായി. അതായത് ഞാൻ പറയണ കണക്കിന് ഇത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, അതായത് ഹോട്ടലിലത്തെ. പിന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളല്ലാണ്ട് വേറെ ആരും മേടിച്ചു കൊടുക്കും? ആരും മേടിച്ചു കൊടുക്കില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ തന്നെയാണ് നമ്മള് മേടിച്ചു കൊടുക്കുന്ന റേറ്റ് അടക്കം പറയേണ്ടത്. ഇതൊരു കള്ളത്തരല്ല. ഇതിപ്പോ എന്താ വെച്ചാല് ഈ ഹോട്ടലിലത്തെ എച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എൻ്റെ ഇതിലൊരു അനുഭവത്തിൽ കണ്ടതാ. ഒരു ഭ്രാന്തൻ എന്ന് പറയാൻ പറ്റില്ല, മനസ്സിനൊരു സുഖമില്ലാത്ത ഒരാൾ നമ്മുടെ അറിയണ ഒരാളാണ്. ഈ ആള് ഞങ്ങൾ കുന്നോളത്തിൽ കട നടത്തുന്ന സമയത്ത് ഈ സർബത്തും ജ്യൂസും ഉപ്പ് സോഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴുകാൻ ഒരു വലിയ ബേസിൻ വെച്ചിട്ട് അതിലാണ് ഗ്ലാസ് ഒക്കെ ഇട്ട് കഴുകുക. അപ്പൊ ഈ ആളേനെ പരിചയത്തിന്റെ മുകളിൽ നിങ്ങൾ കണ്ട ഇങ്ങനെ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് വെച്ചപ്പോ ആള് കഴിച്ചതോ നമ്മൾ കഴുകിയിട്ട് വേറെ ആൾക്ക് കൊടുത്തത് വേറെ ആള് കണ്ടാലോ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കില്ല. അപ്പൊ ഈ ആള് ഒരു ദിവസം വന്നിട്ട് ചെറിയൊരു ഫുള്ളോളല്ല, ചെറിയൊരു ഓളം ആള് വന്നിട്ട് അതിനൊരു ഗ്ലാസ് എടുത്തു. നമ്മൾ കമിഴ്ത്തി വെച്ച ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് ഈ പാത്രം കഴുകണ വെള്ളമല്ലേ എല്ലാം കഴുകണം, അതിന് എടുത്തിട്ട് ഒരു കപ്പ് എടുത്തിട്ടാണ് കുടിച്ചു, ഒരു ഗ്ലാസ് എടുത്തിട്ടാണ് കുടിച്ചു. അപ്പൊ ചോദിച്ചു നിങ്ങൾ വേറെ തന്നിരുന്നില്ലേ? എല്ലാ ടേസ്റ്റ് ഇതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജ്യൂസിന്റെ സർബത്തിന്റെ ഉപ്പ് സോഡയുടെ ഒക്കെ ടേസ്റ്റ് ഇതിലുണ്ടായിരുന്നു. ഇപ്പൊ ഈ നാവിൽ തൊട്ട ആളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ അതാണ്. എല്ലാരും എച്ചിലും വാരി തിന്നിട്ട് ഓരോരുത്തർക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ചേച്ചി ഞാൻ 100 പ്രാവശ്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ആയിക്കോട്ടെ, പക്ഷെ ഞാൻ വിദ്യാഭ്യാസം ഇല്ല, ഞാൻ വേറെ ജോലിക്ക് പോകണില്ലും ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് എന്റെ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കാശ്. ചേച്ചി ജോലിക്ക് പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ചേച്ചി എന്ത് ചെയ്യണം? ചേച്ചിയുടെ ചാനല് പരദൂഷണ ചാനലല്ലേ, നാവിൽ തൊട്ടും മനസ്സ് തൊട്ടും എന്നല്ല ചേച്ചി ആ ചാനലിന്റെ പേര്. പരദൂഷണ കമ്മിറ്റിന്ന് പേരുണ്ട്. പരദൂഷണം മാത്രം ചേച്ചി അതിൽ പറയണത്. ചേച്ചിയുടെ ഭർത്താവ് മക്കള് അതൊക്കെ ആയിട്ട് തുടങ്ങും. അല്ലാണ്ട് മറ്റുള്ളവരെ ഒരു നേരം വലിയ ഫാമിലി അല്ലെങ്കിൽ ഒരു കുഞ്ഞാറ്റ അല്ലെങ്കിൽ ഉപ്പും പഴകിട്ട് എന്തിനാണ് അല്ലെങ്കിൽ ബഷീറുടെ ഫാമിലി എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് ഇതാക്കണേ? ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ കാട്ടു കൊടുക്കുള്ളൂ. പറ്റി ചേച്ചിയായിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി കാണുന്ന അതേ ബ്ലോഗിനാണ് മറ്റുള്ളവർ കാണുന്നത്. ഒക്കെ അവരും കാണട്ടെ. ചേച്ചി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. ചേച്ചിക്കായിട്ട് ഒരു വീഡിയോ മറ്റുള്ളവർക്കായിട്ട് വേറെ വീഡിയോ അല്ലല്ലോ ഞങ്ങൾ ഇടുന്നത്. എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു വീഡിയോ ഉണ്ട്. ചേച്ചി എന്തിനാ ചേച്ചി? ഞാൻ ചേച്ചിക്ക് വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഞാൻ അറിയാണ്ട് ചോദിക്കാം. അതാണ് അറിയാത്ത മാതിരി കണ്ട് വേദനിപ്പിക്കുക. അത് ചാവം കിടക്കുമ്പോ കുറച്ച് വെള്ളം ചോദിച്ചാൽ ആസിഡ് തരണമായിരുത്ത മൂപ്പര പരിപാടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല നമ്മള് വയലന്റ് ആവില്ല, നമ്മള് ചില കാര്യങ്ങള് അതേപോലെ ഒരു തെറ്റിദ്ധാരണ ഒരു കമന്റ് വന്നിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. അതായത് പൊന്നിന്റെ കായ് ഈ പ്രാവശ്യം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒന്ന് വിളിക്കുമല്ലോ, സംഭവം ഞാൻ പറഞ്ഞ സംഭവം ഞങ്ങൾ പറയാം. ഞങ്ങൾ രാവിലെ എഴുതിപ്പോൾ തലേദിവസം ഫോൺ വയ്ക്കുമ്പോൾ പൊന്നു പറഞ്ഞു അമ്മ ഞങ്ങൾ വിഷ്ണുവാഴ അമ്പലത്തിൽ നാളെ പോകണ്ടിട്ടാണ്. അപ്പം ഞാനും പറഞ്ഞു പൊന്നു അച്ഛനും രാവിലെ അമ്പലത്തിൽ പോകണം നടന്നിരിക്കണം. പൊന്നു തൃശ്ശൂരാണ് വിളിച്ച് പറയുമ്പോൾ തലേദിവസം വിളിച്ച് പറയുമ്പോൾ അപ്പോൾ പൊന്നു പറഞ്ഞു രാവിലെ അച്ഛനും മുല്ലമർമ്മത്താവ് അമ്പലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ മുല്ലമർമ്മത്താവ് അമ്പലത്തിൽ പോയിട്ടാണ് വിഷ്ണുവാഴ അമ്പലത്തേക്ക് വരൂട്ടാ പോയി. അപ്പോൾ നിങ്ങൾ വായോന്ന് അങ്ങനെ ഫേം വെച്ചു. രാവിലെ വെച്ചു ഞങ്ങൾ കുളിച്ചു ഡ്രസ്സൊക്കെ മാറി മുല്ലമർമ്മത്താവ് അമ്പലത്തിൽ പോയി തൊഴുത് വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിളിക്കേണ്ട അവരുടെ കുറച്ചും കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ, അവരുടെ കുട്ടി ഉറങ്ങാണ്ട് നേരെ വീട്ടിലെ നേരെ കുറച്ച് അവർക്ക് തൃശ്ശൂരിൽ നിന്ന് അവർ 3 ആൾക്കും കുളിച്ച് വരില്ല. അവർക്ക് അധികം പണിയില്ല, നമ്മുടെ പോലെ ഇല്ലല്ലോ.
കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അച്ഛൻ ഉറങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ചു. കുന്നതല്ല നമ്മളെ ശരവണയിൽ നിന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. ഗുരുവായൂർ ആനക്കോട്ടയിലാണെങ്കിൽ തിരിയില്ല. അവിടെ എത്തിയപ്പോൾ നമ്മൾ അറിയണവർക്ക് അറിയാൻ സ്ഥലം. ആനക്കോട്ടയുടെ അവിടെ എത്തിയ ശേഷം ആണ് പൊന്നൂനോട് ഞാൻ വീട് വിളിച്ചു. പൊന്നു വായോ അമ്പലത്തിൽ മേടിച്ചതിന് ശേഷം പൊന്നൂർ പേടിച്ചുള്ള അമ്മാണ്. അത് ഞാൻ ചുണ്ണിക്ക് കൂർക്കോട്ട് നിങ്ങൾ കുളിച്ചിട്ട് വായോ, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വേഗം വായോ ആണ്. അത് ശരിയാണ്ട് ഫോം വെച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പോയി ഞാൻ ചേറ്റുവ പാലത്തറ, അതായത് വിഷ്ണുവേട്ട അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. അതായത് നമുക്ക് 40 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 15 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്താം. അത്രയും നമ്മൾ ഓടിയിട്ട് സമയത്ത് ഫോം വിളിച്ചിട്ട് പൊന്നു പറഞ്ഞു, അമ്മ ഞാൻ എനിക്കുമ്പോൾ എൻ്റെ കൈ ഒന്ന് കുത്തിയപ്പോൾ കൈ എനിക്കുമ്പോൾ എന്തൊക്കെ കിട്ടുന്ന ശബ്ദമൊക്കെ ഇവിടെ തൊടുമ്പോൾ നല്ല വേദനയുണ്ട് നാം. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി കുറച്ച് നേരം നീരുണ്ടോ നോക്കി, നീരുണ്ടെങ്കിൽ നമ്മൾ ഒട്ടടുത്ത് പോകാം, കുറച്ച് നേരം നോക്കി നോക്കുന്നതാണ്. എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നീര് വരും, അല്ലെങ്കിൽ വരെ പ്രശ്നം നീര് വരും, നോക്കി നോക്കുന്നതാണ്. അങ്ങനെ ഒന്ന് ശരിയാണ്ട് അവിടെ വെച്ചു. നിങ്ങൾ കുളിച്ചിട്ട് വായോ എന്നാണ്. അങ്ങനെ വന്നാൽ നിനക്ക് ഉണ്ണീനെ ഞങ്ങളുടെ തന്നിട്ട്, ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഉണ്ണീനെ ഞങ്ങളുടെ തന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാൻ ഉണ്ണീനെ കൊണ്ടുപോകണ്ട, മറ്റുള്ള അസുഖങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഉണ്ണീനെ കൊണ്ടുപോകണം, ഞങ്ങൾ നോക്കിക്കൊണ്ട്. അപ്പോൾ ഞങ്ങൾ വേണ്ട ഈ ശോഭയിൽ നമുക്ക് ഞങ്ങൾ നിൽക്കുക നിങ്ങൾ അമ്മയിൽ. അപ്പോൾ എൻ്റെ മാമൻ്റെ മരുകളോട് പണി ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ശരണ്യനെ വിളിച്ചു നോക്കുകയാണ്. ടോക്കറിന് ഞായറാഴ്ച OP ഉണ്ടാവും വഴിയിൽ കാഷ്വാലിറ്റി വഴി കാണിക്കണമെന്ന് ശരണ്യനെ വിളിച്ചു വയ്ക്കാൻ പറഞ്ഞു വെച്ചു. ഞാൻ അവിടെ നിന്ന് കുറച്ച് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ പിന്നെ അമ്മയ്ക്ക് നല്ല വേദന, അമ്മ ഇങ്ങോട്ട് വരും, ഞങ്ങൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വരില്ല. ഞാൻ അമ്പലത്തേക്ക് എത്തി കാർന്ന് ഇറങ്ങണം നേരത്തെ. അപ്പം ഞാൻ ശരി പറഞ്ഞ് തൊഴുതിട്ട് വരണം. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി തൊഴുതാൻ കയറി. കഴിഞ്ഞതിന് മുന്നേ ഞാൻ അവിടെ അച്ഛനെ പോയപ്പോൾ കുണുക്കി ചോറ് കിട്ടിയില്ല അമ്പലത്തിൽ. അവർക്കാണല്ലോ അമ്പലത്തിൽ ചോറിന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർ പറഞ്ഞു അമ്പലത്തിൽ ചോറ് കഴിക്കും ചെയ്യും. അത് അവിടുത്തെ ചോറ് വിളമ്പുള്ളവർക്ക് ഇവർക്ക് ചോറിട്ട് കൊടുക്കാനും ഇഷ്ടം, അവർ കഴിക്കുന്നത്. അതിപ്പോൾ ഗുരുവായൂരടക്കം ഞാൻ 2 ആഴ്ച മുന്നേ ഒരു ചോറുമ്പോൾ അവർ നോക്കിക്കുക എല്ലാവരും അയച്ചിട്ടും പെണ്ണ് ചേച്ചി പറഞ്ഞു മോളവിടെ ഇരിക്കണം, ഉണ്ട് ഇരിക്കട്ടെ, കുണിക്കുക എന്ന് വെച്ചാൽ കുണിക്കെല്ലാം ഉണ്ടിട്ടേ ഇരിക്കുക ഫുള്ളും. അപ്പോൾ അവർക്ക് അതൊരു കൗതുകം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളാണ് ഫുള്ളൊന്നും ഉണ്ട് ഇരിക്കരുത്, എല്ലാം സാമ്പാർ കൂടി ചോറൊക്കെ എടുത്തെല്ലാം ഉണ്ട്, അവള് തന്നെ കഴിക്കും. അപ്പോൾ അതൊരു കൗതുകം അവർക്ക് ഇഷ്ടമാണ്. ഗുരുവായൂരത്തെ ചോറുണ്ണാനും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ചോറുണ്ണാനും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് പറയുമ്പോൾ വരി പോയൊരു കാരണം നമ്മുടെ ഗേറ്റിൻ്റെ പുറത്തേക്കാണ് കേട്ടോ വരി നിന്നിരുന്നത്. ഞങ്ങൾ ആ വരി നിന്ന് അവിടെ എത്തി. ചോറുണ്ട്, തൊഴുത് വരി നിന്ന് ചോറുണ്ട്. ഞങ്ങൾ അപ്പം തന്നെ പോന്നു. പോരുമ്പോൾ ഇവരതിനെ വിളിച്ച് ഇവരെവിടെയെന്ന് അറിയണ്ടേ, വിളിച്ച് ഞാൻ തോറ്റു. ഫോൺ എടുക്കണില്ല ഇവർ. കുറേ പ്രാവശ്യം അടിച്ചു. അവിടെ ഫോണിന്റെ ശബ്ദം അല്ല, അവർ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അവർ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ അവിടെ പോയിട്ടില്ല, വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് വിളിച്ച് നമുക്ക് ശോഭാ സിറ്റിയിൽ പോകാമെന്ന്. അതിൻ്റെ കുണക്ക് തന്നെ ശോഭാ സിറ്റി കൊണ്ടുപോയിട്ട് കൊണ്ടുവരാനുള്ള വീട്ടിലേക്ക് അങ്ങനെ വെച്ചിട്ടുള്ള പ്ലാനിങ് തന്നെയാണ് നമ്മൾ പോയത്. അങ്ങനെ പൊന്നു കാണിക്കാൻ അമ്പലമായിട്ട് തൊട്ടടുത്ത് തന്നെ ശോഭാ സിറ്റി ഒരു 3-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ശോഭാ സിറ്റി പോയി അവർക്ക് കുണുക്കി കഴിക്കാതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇരിക്കുമ്പോൾ ഞാൻ അവരെ വീണ്ടും വിളിച്ചു. അപ്പോഴാണ് അവർ ഫോൺ എടുത്തു. അമ്മ ഞാൻ ഇവിടെ കാണിച്ചു, എക്സ്റേ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, കൈമ ചിറ്റിയിട്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഒന്ന് ശോഭാ സിറ്റിക്ക് വായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണം വെച്ചു. വേണ്ട ഞാൻ ഉണ്ണിനെ കൊണ്ടുപോകാൻ വരണം വെച്ചപ്പോൾ അവരൊന്നും വേണ്ട മതി ഇപ്പം കഴിഞ്ഞാൽ വരാമെന്നു. ശരി അവരത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശോഭാ സിറ്റിക്ക് എത്തി. ഒന്ന് വേണ്ട ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോരെ, കയ്യിന് വയ്യല്ലോ. അപ്പോൾ ഷേബി പറഞ്ഞു വേണ്ട അമ്മ, അതിപ്പോൾ അതിന് മാത്രം പണിയൊന്നുമില്ല, കാർത്തിനും കൊടുക്കാനും ഇതില്ല, പിന്നെ ആ ചേച്ചി അടിച്ചുടക്കാനൊക്കെ വരുന്നതല്ലേ, അതിന് മാത്രം കുഴപ്പം. ഞങ്ങൾ പറഞ്ഞു ഞാൻ പോരണമെങ്കിൽ പോരേട്ടാ, അമ്മയ്ക്ക് ഒരു വിഷമം, നിങ്ങൾ പോരെ, കൈ ഇത് വെച്ചിട്ട് പോകണ്ടാണ്. ഇല്ല അമ്മ പറ്റുകയാണെങ്കിൽ നാളെ വരാം. ഇന്ന് ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോയി നാളെ. ഞാൻ എന്ത് ചെയ്യും, അതെൻ്റെ തെറ്റാണോ അറിയാണ്ട് ചോദിക്കുക. അതിന് പറഞ്ഞത് ഞങ്ങളുടെ അച്ഛൻ ഒരു പെണ്ണ് കമന്റ് ഇട്ടിട്ടുണ്ട്, അഹങ്കാരി തന്നെ. ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞാൽ സ്പോട്ടിൽ അവിടെ എത്തും. സ്പോട്ടിൽ എന്താ വെച്ചാൽ അവളുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇപ്പം ഹരിമ്പിരിയാണ്, ഇതാണ് അവളുടെ അസുഖം. കണ്ട എനിക്ക് ഇവിടെ ഒരു എല്ല് വളർന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഞാൻ, അവളുടെ അസുഖം തന്നെ ഇപ്പം എല്ലാവരും വളരണത്. അപ്പോൾ അവൾക്ക് കൈ കുത്തിയപ്പോഴാണ് അതിൻ്റെ വേദന എടുക്കുക. അതുവരെ അവൾക്ക് അറിഞ്ഞിരുന്നില്ല ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കാൻ പറ്റില്ല, വേദനയ്ക്കും അല്ല ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇത് എനിക്ക് അറിയാൻ കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് തുണി ഇങ്ങനെ പിഴിയാൻ പറ്റില്ല. പിഴിയുമ്പോ ഭയങ്കര എണ്ണ പേടിച്ചു. പൊന്നിനാണെങ്കിൽ ഇപ്പൊ തുണി പിഴിയേണ്ട ആവശ്യമില്ല, വാഷിംഗ് മെഷീൻ തിരുമ്പി എടുക്കണം. അപ്പൊ അവൾക്ക് ഈ വേദന എല്ല് വളർന്നത് അവൾക്ക് അറിയണില്ല. എന്താ വെച്ചാൽ തുണി പിഴിഞ്ഞപ്പോഴാണ് എനിക്കന്ന് അറിഞ്ഞത്. അവൾക്ക് തുണി പിഴിയേണ്ട ആവശ്യം വരുന്നില്ല, അവർക്ക് വാഷിംഗ് മെഷീനിട്ട് തിരുമ്പണം കേട്ടു. പണ്ട് അതല്ലല്ലോ. അപ്പൊ ഇത് അറിഞ്ഞപ്പോ ഇതാണ് അവളുടെ അസുഖം. ഇനിയിപ്പോൾ വന്നിട്ട് വേണം അവളിപ്പോൾ ചെന്നൈക്ക് പോയിക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ അവൾ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഡോക്ടറെ കാണിക്കണേ. അപ്പോൾ ഇതാണ് അവളുടെ അസുഖം. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ മക്കളെ നോക്കാൻ ഞാൻ വേണം. എന്നോണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ എൻ്റെ 4 മക്കൾ, ഈ മനുഷ്യൻ്റെ ഉണ്ടായ മക്കളെ, ഈ മനുഷ്യന്മാരുടെ ഈ മനുഷ്യൻ്റെ മക്കളെ ഞാൻ നോക്കിയിട്ടാണ്. അതിനേട്ടൻ പറയട്ടെ, അതിനേട്ടാ നിങ്ങളുടെ മക്കളെ ഞാൻ നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്, നോക്കാത്ത കാര്യം.
നമ്മള് വഴിയിൽ വെച്ചിട്ട് അത് പോന്നിക്കല്ല ഒരു കാര്യമില്ല അത് ഈ പറഞ്ഞ എന്തപ്പത് ചക്കപ്പഴം. ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ ദൈവം സഹായിച്ച് പൊന്നെ പോലെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് അതിനപ്പുറം ഞങ്ങൾക്ക് ഇപ്പൊ ഇവരെ സ്വർണ്ണ തളികയിൽ ചോറ് കൊടുക്കണം, അമ്പാനിയുടെ മോനെ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ നോക്കണം. അപ്പം ഞങ്ങൾക്കൊരു മനസ്സിന് ഉറപ്പുണ്ട്, അവരെ പെറ്റണ പോലെയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന്. അത് മനസ്സിലായി. എനിക്കത് മതി. ഞാൻ എന്താന്നല്ലോ എനിക്കറിയാം. അതിനേക്കാളപ്പുറം ആർക്കും അറിയില്ല. അപ്പൊ ഇതാ ഈ അഹങ്കാരിക്ക് ഇപ്പൊ കയ്യൊടിഞ്ഞു, എന്നിട്ട് നമ്മള് പോയില്ല, എന്തൊക്കെ വിഷമങ്ങളാണ് അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ ആദ്യം അഹങ്കാരിയുടെ ഒരു കാര്യം നോക്കട്ട. സത്യം നിനക്ക് സ്വയം ലജ്ജ തോന്നണേ മറ്റൊരു പേരിൽ എന്നോട് 10 സംസാരിക്കാനൊക്കെ. നീ നല്ലോണം നിനക്ക് നേരിട്ട് വന്നൂടെ? അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കും. ഇനി വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ഒരച്ഛനും ഒരു അമ്മയുള്ള വെച്ച് നിന്റെ മുന്നിൽ വരും. ഒറ്റ അച്ഛനും അമ്മയുള്ളെങ്കിൽ ഞാൻ മുന്നിൽ വരും. ഇന്ന് വിളിച്ചൊരു കുട്ടി പറഞ്ഞു എന്നോട് കമന്റ് കാണുന്നില്ല കേട്ടാന്ന്. അപ്പൊ നമ്മള് അപ്രൂവൽ കൊടുക്കാൻ വേണ്ടിയാണ് അവളെ കമ്പനി അവിടെ നടന്ന് കളിക്കുന്നുള്ളൂ. അവളുടെ കമ്പനികൾ അപ്രൂവൽ കൊടുക്കാണ്ട് തന്നെ അവളെ എത്ര ഇട്ടാലും പുറം ലോകം കാണില്ല. മനസ്സിലായി? നമ്മളോടല്ലേ 10 പറയാലോ. അപ്പൊ നമ്മള് കേട്ടോടല്ലേ 10. എന്നോട് പറഞ്ഞ പോരാ. നിനക്ക് സത്യം പറയാം, ഒരു അച്ഛൻ്റെ അമ്മയോട് തൻ്റെ ഉണ്ടെങ്കിൽ നീ നേരിട്ട് വരും. നിന്റെ തൻ്റെ ഇല്ലായ്മ സാഷ്ടം. എനിക്ക് നിന്നോട് സഹതാപം പുച്ഛ തോന്നുന്നു. സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു സ്ത്രീ, അത്ര വ്യക്തിത്വം നമുക്കൊരു വ്യക്തിത്വം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു അച്ഛനമ്മയ്ക്ക് ജനിച്ചെന്നുള്ള അഹങ്കാരത്തോടെ ഞാൻ ജീവിക്കണം. എന്നുവെച്ചാൽ ആരും മുന്നേ 10 പറയ്ക്ക് ഒരു മടിക്കണം വെച്ചാൽ ഞാൻ ശരി മാത്രമേ ചെയ്തുള്ളൂ. തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം വരെ എനിക്ക് ആരുടെ മുന്നിലും മടിച്ചോ ഒളിച്ചോ പതുങ്ങിയോ നിൽക്കേണ്ട കാര്യമില്ല. ആരുടെ ഒരു 10 രൂപ മേടിച്ച് പറ്റിക്കാനോ പിടിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. എനിക്ക് ഒളിച്ച് പതുങ്ങി നിൽക്കണ യാതൊരു കാര്യമില്ല. മനസ്സിലായി? നിങ്ങൾ സ്നേഹിക്കണവരോട് കേട്ടോ അഹങ്കാരോട് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കണവരോട് പറഞ്ഞ അന്നത്തെ ഉണ്ടായ ഒരു സാഹചര്യം ഇതായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണവരോട്. അഹങ്കാരി നന്നായി വിളമ്പി ഇപ്പൊ നമ്മളതിനൊരു നമ്മളെ സത്യാവസ്ഥ പറഞ്ഞു. അപ്പൊ അഹങ്കാരിക്കുള്ളത് ഇപ്പൊ നാളേക്കുള്ളത് കിട്ടിയില്ല. അപ്പൊ അഹങ്കാരി നാളെ ചൊറിഞ്ഞോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ എന്താ ചെയ്യുന്നതിന് കാരണം അപ്പൊ നാളെ ഒരു ക്വസ്റ്റ്യൻസാണ് കൂടി കുറച്ചുകൂടി പറയണ്ട. അതിപ്പോ 5-8 ക്വസ്റ്റ്യനെ ഭയങ്കര 10 നോക്കി ചിലർ വന്നു നിൽക്കണം. അപ്പോൾ അതൊരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാം എനിക്ക് ശരിയല്ലായിരുന്നു, എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു. അതിന് മാനസികമായിട്ടൊരു ഡിപ്രഷനും കാരണം എന്താ വെച്ചാൽ ഈ അസുഖങ്ങൾ തന്നെയാണ് എൻ്റെ ഡിപ്രഷനും കാര്യങ്ങളായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി സെറ്റാവുന്നതായിരിക്കണം അല്ലേ? ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഇപ്പോഴും ധൈര്യം തരുന്നുണ്ട് ഡോക്ടർ. എന്നാലും എന്ത് ധൈര്യം ഞാൻ പറയാം. ഈ പഴുപ്പിരുന്ന് പ്രശ്നം എന്തെങ്കിലും വന്നാൽ അവരുടെ അടുത്ത് പോയാൽ ഞങ്ങളെന്താ ചെയ്യുക? ഇത് അവർ പറയുള്ളൂ. അവരോട് അവർക്കത് പറയാൻ പറ്റുള്ളൂ. അവരിപ്പോൾ പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ നിർത്തിയാലോ? ഇപ്പൊ ആർക്കെങ്കിലും നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ള എനിക്ക് വിഷമാകുന്നത് ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ടും പിടിച്ച് പരമാവധി എന്നോട് പെടുന്ന പോലെയൊക്കെ ഞാൻ അവർ ചെയ്തു കൊടുത്തിട്ടും എനിക്ക് ഇങ്ങനെ കുറ്റങ്ങൾ കേൾക്കുമ്പോൾ ഈ ലോകത്ത് എന്തോരമ്മമാരെ മക്കളെ എറിഞ്ഞ് കളഞ്ഞു പോയി അവരൊക്കെ ലോകത്ത് ഏറ്റുതന്നെ. ഇപ്പം ഈ അഹങ്കാരി തന്നെ അത്ര നേരം ചൂരുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവരൊക്കെയാണെങ്കിൽ നേരിട്ട് വന്നൂടെ? നേരിട്ട് വരാൻ എന്താ പഠിക്കാത്ത? തിരിച്ച് ചോദ്യം അങ്ങോട്ട് വരുന്നുള്ളതുകൊണ്ടാണ് നേരിട്ട് വരാത്തത് അല്ലേ? അത് നേരിട്ട് അവൾക്ക് എന്നോട് സംസാരിക്കാം. നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തത് എന്താ? അതിനുള്ള യോഗ്യതയില്ലായ്മ. സ്വന്തമായിട്ട് സംസാരിക്കാൻ യോഗ്യതയില്ലായ്മയാണ് നമുക്ക് അവർക്ക് തോന്നുന്നത്. നമുക്ക് സംബന്ധിച്ച് മനസ്സിൽ തൊട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഉമ്മ വയ്ക്കില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അത്ര അങ്ങോട്ട് സ്നേഹക്കുറവുണ്ടല്ല, അതൊരു വിഷമം അവിടെ. അതായത് അപ്പൊ ഈ മനസ്സിൽ തൊട്ട ആൾക്ക് ഉമ്മ കിട്ടണില്ല പരാതിയുണ്ട്. വിട്ടോ സാധനത്തിന് വിട്ടോ നമ്മളത് അതിനെ ഞാൻ കൊണ്ടുവന്നില്ല. അല്ല എനിക്കത് ഓപ്പര് മാത്രം ചോറ് തിന്നുള്ള ബാക്കിയുള്ളവരൊക്കെ ചോറ് എന്റെ മോന് ഷർട്ട് അടിച്ചെടുത്തു, എന്റെ മോന്റെ ബർത്ത്ഡേ നടത്തി, എന്റെ മോൻ അത് ചെയ്തു, എന്റെ മോൻ ഇത് ചെയ്തു. വിദ്യാഭ്യാസം എല്ലായിടത്തും അവരോട് പറ്റണ പോലെ അവർ പഠിക്കുന്നത്. ഞാൻ പറ്റണ പോലെ അവർ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നോടൊക്കെ സാധിക്കുന്ന എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അവർ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അവരോട് കുട്ടിയെ പറ്റില്ല അവരും പഠിക്കണം. അതുപോലെ പോട്ടെ. അല്ലാണ്ട് ഇപ്പം എല്ലാ കുട്ടികളും ഫസ്റ്റ് ചെയ്യുക ലോകത്ത് എല്ലാ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമല്ല, സാധാ ജോലിക്ക് വേറെ ആരും ഉണ്ടാവില്ല. അപ്പം കുടിക്കുക അവരോട് പറ്റണത് അവർ കൊണ്ടേക്ക് നല്ല കുട്ടിയുടെ കൊണ്ടേക്ക് നല്ല മോളല്ലേ.
അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിക്കണം. നാളെ അപ്പൊ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് നാളെ തൊട്ട് നമ്മൾ ആക്റ്റീവായി നമ്മുടെ ഫുഡിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ വരും. കേട്ടോ മനസ്സിന് സുഖം കേട്ടുള്ള കാര്യം പറയാലോ. എന്ത് സുഖം അല്ല എന്തോ ഒരു മനസ്സിലൊരു വിഷമങ്ങൾ ഉണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചല്ലോ അസുഖങ്ങളായാലും ടെൻഷൻ അത് എനിക്ക് ചിലപ്പോൾ തോന്നിക്കും ഞാനായതുകൊണ്ടല്ല ഇങ്ങനെ നടക്കണേന്ന്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മള് വീഡിയോയുടെ മുന്നിൽ ചിരിക്കേണ്ട കാര്യത്തിന് ചിരിക്കണു. നമുക്കത് ഉള്ളില് വിഷമമുണ്ടുള്ള കാര്യം പറയാലോ. എന്താന്ന് വെച്ചാൽ കൊറേ കാര്യങ്ങള് കടക്കാണ്ട് എന്ന ആൾക്കാർ വിചാരിക്കും എന്തെങ്കിലും കടക്കും. മതി ഇതില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ താഴ്ന്നത്തുള്ളവരെ ചിന്തിക്കും. എനിക്കതാണ് ഇഷ്ടം. ഞാൻ ചെയ്യട്ടെ അത് അങ്ങനെ പറയല്ലേ. അങ്ങനെയല്ല താഴ്ന്നവരെന്നെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടമല്ല പറയുന്നത്. ഇഷ്ടത്തിന്റെ ഇഷ്ടക്കാരനല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. താഴെയുള്ള ആൾക്കാർ ചിന്തിക്കും. അപ്പൊ നമ്മൾ റോട്ടിലെടുക്കണു നമ്മളെന്താ പറയുക എടുക്കണം നോക്കിയാലേ മഴ പെയ്തിട്ട് നമ്മൾ എടുക്കുന്നത് എവിടെയാ? അത് ദൈവം തന്നെയല്ലേ, അത് മനുഷ്യൻ തന്നെയല്ലേ. അവർക്കും ആഗ്രഹമുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എടുക്കണം, മഴയും വെയിലും കൊള്ളാണ്ട് എടുക്കണമെന്ന്. ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ അവരെ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ദൈവം ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ചിന്തിക്കണ ഇങ്ങനെ ഇതിനും ആവശ്യതയിൽ കിടക്കുന്ന ഒത്തിരി വേണം. അപ്പൊ എന്നോടേക്കും നിങ്ങൾക്ക് വൈകി നിങ്ങൾ എന്തിനാ പണിയാണ് വെറുതെ കുത്തിയിരുന്നോണ്ട്. ഞാൻ കിടന്നാൽ പിന്നെ ലൈഫ് ലോങ് ആ കെടുപ്പ് ചിലപ്പോൾ കിടന്നു പോകേണ്ടി വരും. എന്താ വെച്ചാൽ എൻ്റെ അനുഭവമാണ്. എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മ തീരെ അമ്മയ്ക്ക് എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മ ടെൻഷനും കാരണം അമ്മ നടക്കാണ്ടായി. പിന്നെ അമ്പവിടെ കെടുപ്പായി. അപ്പം നമ്മൾ പെറ്റണ പോലെ വയ്യെങ്കിലും തളർന്നാലും 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങി. പിന്നെ നമ്മൾ കഴിച്ചിട്ട് വയ്യെങ്കിലും നമ്മൾ അടുക്കള കയറി പെറ്റണ പോലെ വയ്യ. എനിക്കറിയാം എനിക്ക് വയ്യ. ഇപ്പം ഇന്ന് അതിന് ചീത്തയൊക്കെ കേട്ടു രാവിലെ. അപ്പോൾ എനിക്ക് വയ്യ. ഇവിടെ പാത്രം പോകാണ്ട് 2 ദിവസമായിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പാത്രം ഇങ്ങനെ തൊട്ടിയിൽ കഴുകിയത് മാറ്റിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വീണ്ടും ആദ്യം കഴിയണം. അങ്ങനെ എനിക്ക് വയ്യ. പിന്നെ ഞാനൊരു ചീത്ത കരഞ്ഞുകൊണ്ട് ഞാൻ ആ പണികളൊക്കെ ചീത്ത പറഞ്ഞ എന്താണ് കാര്യം ഞാൻ മറ്റേ മേടിക്കാം. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയില്ല രാവിലെ. അതാണ് അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ രാത്രി 12 മണി വീണെത്തുമ്പോൾ എനിക്ക് മരുന്നിട്ട് സെഡേഷൻ. പിന്നെ കുടുക്കിക്ക് പനി ഉണ്ടായിരുന്നു. അമ്മ കുടുക്കിക്ക് മരുന്ന് കൊടുത്ത കാര്യങ്ങൾ. അപ്പോൾ വയ്യായിരുന്നു. കുണുക്കിനും തുമ്പലും ചുമയും കുണുക്കിനും ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നേരെ വൈകി പിന്നെ ഞാൻ രാവിലെ എണീച്ച് ഫുഡ് ഉണ്ടാക്കാണ്ട് നേരെ എനിക്ക് പോവാ ഷുഗർ നോക്കാം. പക്ഷെ എനിക്ക് വരുമ്പോൾ എന്റെ മക്കളോട് വിശന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്റെ അസുഖമെല്ലാം ഞാൻ ചിന്തിച്ച് എന്റെ മക്കള് ഭക്ഷണം കഴിക്കണം. അത് ഒരു ദിവസം കഴിച്ചോണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതകാലം നമുക്ക് നമ്മുടെ ദൈവം വിളിക്കണ വരെ നമ്മൾക്ക് ആരോഗ്യം നിൽക്കണമെങ്കിൽ ആ കാര്യത്തിന് പോയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് വരും. ഷുഗർ ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ എന്റെ കുട്ടികളെ നല്ല രാത്രി ചെറിയ ഭക്ഷണം കഴിക്കാൻ കിടന്നു. ഞാൻ പറഞ്ഞേക്കും ഉറങ്ങുമ്പോ വിശന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഇനി രാവിലെ കഴിച്ചിട്ട് എനിക്ക് ഭക്ഷണം എനിക്ക് അതെ അമ്മ എന്ന് പറഞ്ഞാൽ അതിനൊരു അച്ഛൻ ഉണ്ട്, അച്ഛന്മാരുണ്ട്, അച്ഛന്മാർ കഷ്ടപ്പെടുന്നുണ്ട്, കാശ് കൊണ്ടുണ്ട്. പക്ഷേ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേറെ ഒരുപാട് എന്തൊക്കെയോ ഞാൻ പറയണേക്കും. നമ്മളെ അറിയണവരൊന്നും ശ്രദ്ധിക്കാം. അതൊന്ന് പോയി കുന്നംകുളത്ത് പോയിട്ട് വരാൻ ആകെ 25 മിനിറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വന്ന ഈ പണികളൊക്കെ കഴിക്കും. എന്നിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ പോകണ്ടു. ഇതിനാണ് ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോ തൊട്ടിലുള്ള പാത്രങ്ങൾ ഞാൻ മുക്കാഭാഗം കഴുകുമ്പോ എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ കഴുകാം. അപ്പോഴും ഞാൻ ചീത്ത പറഞ്ഞ എന്താ ചെവിട്ടില് മരുന്ന് ഒഴിച്ച് കുറച്ചു നേരം കിടക്കാനാ പറഞ്ഞു. നല്ലത് ഇപ്പോഴത്തെ കാലത്ത് ചെയ്തിട്ട് കാര്യമില്ല. അതല്ലേ അല്ല ചൂടുവെള്ളം ചൂടാക്കി കുളിച്ചില്ല. ഇനി ഇവിടെ ചൂടുവെള്ളം ചൂടാക്കി വെക്കണ പണിയില്ല. വെറുതെ അനാവശ്യമായിട്ട് ഗ്യാസ് അതൊക്കെ ഞാൻ പറഞ്ഞു. ഒരു പാത്രം ചൂട് ഓക്കെ താങ്ക് യു. ചീത്ത പറഞ്ഞു നന്നെ പറയണം തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് നല്ല ഞാൻ ചീത്ത പറഞ്ഞു സത്യസന്ധമായിട്ടുള്ള കാര്യത്തിനാണ്. അതായത് കുളിക്കാൻ വേണ്ടി പിന്നെ ചീത്ത പറയണവര് പറയൂ ഞാൻ വെറുതെ ചീത്ത പറഞ്ഞ തമാശിക്കാൻ ആരും പറയും സത്യസന്ധ. അത് ചീത്ത കേട്ടവർക്കല്ല അതിന്റെ വിഷം പറയാനുള്ള
ഇപ്പൊ കറിയിട്ട സത്യസന്ധല്ല മനസ്സിലായി ചീത്ത മനസ്സിലായി എനിക്ക് കുറ്റബോധം കൊണ്ട് ഇപ്പൊ തന്നെ നല്ല കാര്യം ഞാൻ ചെയ്യണത് ദൈവം സഹായിച്ചു ഒരു എനിക്ക് ഇവിടെ നോക്കണം എനിക്ക് ചെവി വേദന തൊടാൻ പറ്റില്ല. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ടാക്കി എന്റെ ചെവി വേദനിപ്പിച്ചു എന്ന് പറഞ്ഞോട്ടാ. ആ രാവിലത്തെ വൈരാഗ്യം തീർത്താന്ന് പറഞ്ഞു. ചീത്ത ദൈവമേ കൈത്തോഴാം നിനക്ക് വന്നോ അപ്പൊ ഇത്രയും പറഞ്ഞ് നിങ്ങൾ നിർത്തുന്നു. അറിയില്ല. ഞാൻ സത്യം പറയാം, ചീത്തയായിട്ട് പറഞ്ഞത് ഞാൻ എന്റെ വിഷമം പറഞ്ഞത്. ഷുഗർ നോക്കാൻ ഡോക്ടർ ഷുഗർ ഉണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മുടെ അമ്മമാർക്ക് അച്ഛന്മാരെന്തൊക്കെയാണ്. എനിക്കും അച്ഛനായിരുന്നു. എന്റെ അച്ഛനെ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ് കാരണമൊക്കെ ഉണ്ടെങ്കിലും അമ്മമാരുടെ മനസ്സ് അതൊരു വേറെയാ. മക്കളുടെ ദാഹം വിശപ്പും അവരെ വിഷമങ്ങളൊക്കെ തൊട്ടറിയണ മനസ്സാണ്. അപ്പൊ അതിൻ്റെ കുഞ്ഞനായിട്ട് പണിയിട്ട് 3-4 ദിവസമായിട്ട് മിണ്ടാണ്ടാണ്. പക്ഷെ ഒരു അമ്മയെ എനിക്ക് പറ്റില്ല. അതാണ് അച്ഛനും അമ്മയും നമ്മളെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അവിടെ ഇങ്ങനെ ചീത്താറില്ല. നിങ്ങൾ പറഞ്ഞ എന്നെ അവള് പറഞ്ഞു. പക്ഷെ അച്ഛൻ ആ ദിവസം അവളോട് മിണ്ടാണ്ട് പിണങ്ങി നടക്കണം. ഞാൻ മിണ്ടില്ല, ഞാൻ അവള് പറഞ്ഞ ഇത്രയൊക്കെ പറഞ്ഞില്ലാണ്ട്. പക്ഷെ ഞാൻ പിണങ്ങില്ല. അതാണ് അമ്മ. ഞാനിടാനായിട്ട് മിണ്ടാനായിട്ട് പിണക്ക മാറ്റാനായിട്ട്. അതെന്താ വെച്ചാൽ അത് അമ്മയാണ്. അമ്മയ്ക്ക് മാത്രമാണ്. അത് അച്ഛൻ പേറ്റിനോ തന്നെയാണ് എന്റെ മകനെ ശിവനെ. നല്ല കാര്യം പറയില്ല. അതായത് മക്കളേത് ഇങ്ങോട്ട് പറയേണ്ട വാക്കുകള് അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അച്ഛനല്ല. അപ്പൊ അതുകൊണ്ട് അത് അവരെ അറിവില്ലായ്മ. നമ്മൾ അങ്ങനെ ചിന്തിക്കും. മക്കളെ ചിന്തിക്കുമ്പം ആ മാതാപിതാക്കളെ ക്ഷമിക്കുന്നത് അത് അവരുടെ അറിവില്ലായ്മ. അവരെ നമ്മളങ്ങനെ അറിവില്ലാത്തവരായി മാറി. നമ്മുടെ അറിവാണ് നമ്മുടെ മക്കളോട് ക്ഷമിക്കുക എന്നുള്ളത്. പിന്നെ നാളെ നമ്മളറിയാലോ, നാളെ അവരും ആവും അച്ഛനും അമ്മയും അവരും ഇതുപോലെയൊക്കെ. അപ്പം വരുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ പറയാം അമ്മ പാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫോട്ടോ ഇടയ്ക്ക് ചെതലായിരിക്കും. വേറെ കാര്യം നമുക്ക് പറഞ്ഞ വേറെ കാണായിരുന്നു. നമ്മളാണ് സെറ്റ് ചീത്ത വന്നു മാത്രം. അല്ല നിങ്ങളെ എന്താ ചീത്ത എന്ന് പറയാൻ പറ്റും. 5 മിനിറ്റ് ഞാൻ മോതായിട്ട് പിടിച്ചായിരുന്നു. പിന്നെ അച്ഛനേട്ട എന്താ മിണ്ടോന്ന് പറയാൻ വേണ്ടിട്ട്. അല്ല വെറുതെ വൈരാഗ്യം വെച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മളെ കുറച്ച് താഴ്ന്നു കൊടുത്താല് മോളോട് താഴ്ന്നു കൊടുക്കുന്നില്ല. അല്ല അതില്ല മോളോട് ഭാര്യയോട് താഴ്ന്നു കൊടുക്കേണ്ട കാര്യമാണ്. മോളോട് താഴ്ന്നു കൊടുക്കണം. അതല്ല ഭാര്യയോട് തന്നിട്ട് മോളാരും വിട്. ഭാര്യയോട് സ്നേഹമുണ്ട്. മോളോട് മോള് പറയേണ്ട വാക്കുകളെ ഭാര്യ പറയേണ്ട വാക്കുകളെ ഭാര്യ പറയണം. അതോടൊന്നും ഇൻട്രസ്റ്റ് താന്നത് അതിനറിയാം. ഇതുപോലെ ഒരു ഭാര്യയുടെ ലോകത്ത് എന്നെ കിട്ടില്ല എന്നതുകൊണ്ടില്ല. അതിനെ സ്നേഹിക്കുന്നത് ഇന്നെ പോലെ സ്നേഹിക്കുക വേറെ അന്വേഷണ ലോകത്ത് ആരും ഇല്ല. നിങ്ങളെ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നവരാ. അതേപോലെ തന്നെയാണ് ഞാൻ. എന്റെ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നത് നിങ്ങളാണ്. അതാണ് നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും ലോകത്ത് സ്നേഹിക്കുന്നത് ഞാനാണ്. അതാണ് നമ്മുടെ ബന്ധം. ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിന് പിടിക്കുന്നതിന് ഞങ്ങളുടെ ലൈഫില് അതിനുവേണ്ട സ്ഥാനം എന്റെ മക്കൾക്കുള്ളൂ കേട്ടോ. അതേപോലെ തിരിച്ച് നിൽക്കുന്ന എന്റെ സംശയം. ചീത്തരി ഞാൻ പോവാ. ബൈ അമ്മേനെ അപ്പ ചീത്തല്ലോ പിന്നെ രാവിലെ. ചായ കുടിക്കുക കഴിഞ്ഞിട്ടാണോ അമ്മ കള്ളക്കച്ചിലാട്ടോ. ഓക്കെ ബൈ.